നമ്മൾ എക്സൽ യൂസേഴ്സിന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ടൂളാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് അല്ലേ. നമ്മൾ മെയിനായിട്ട് എന്തിനാണ് ഇത് യൂസ് ചെയ്യാറ്? എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കണ്ടുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സെല്ലിലൊരു വാല്യൂ കണ്ടുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നമ്പർ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാറ്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ളതാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അധികം ആൾക്കാരും ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമുക്ക് ഈ റീപ്ലേസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ട്. ആൾമോസ്റ്റ് 1056 റെക്കോർഡ്സ് ഇതിലുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ സ്റ്റേറ്റ്സിൻ്റെ പേരുകളാണ്. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂയോർക്ക് എന്നുള്ള ഈ ഡേറ്റയിൽ എവിടെയൊക്കെ ന്യൂയോർക്ക് ഉണ്ടോ അതെല്ലാം NY എന്നായിട്ട് മാറണം. ഓക്കെ, ഇങ്ങനെ ചേഞ്ച് ആവണം. അപ്പോൾ നമുക്കിത് മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, കാരണം ആൾമോസ്റ്റ് 315 റെക്കോർഡ്സ് ന്യൂയോർക്ക് എന്നുള്ളതുണ്ട്. അപ്പോൾ മാനുവലായിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ഈ റീപ്ലേസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാല്യൂസ് എല്ലാം റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, Ctrl F പ്രസ് ചെയ്യുക, ജസ്റ്റ് വിൽ ഗോ ടു ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. അതിൽ നമ്മൾ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് Ctrl H പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഡയറക്റ്റായിട്ട് റീപ്ലേസിലോട്ട് പോകും. ഓക്കെ, എന്നതിന് ശേഷം ഫൈൻഡ് വാട്ട്, നമുക്ക് 2 ആർഗ്യുമെൻ്റ് ഉണ്ടാവുക. ഒന്ന് ഫൈൻഡ് വാട്ട്, നമുക്ക് എന്താണ് നമ്മൾ ഓൾഡ് റെക്കോർഡ് എന്താ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, ന്യൂയോർക്ക് എന്നുള്ളതാണ് നമുക്ക് ചേഞ്ച് ആവേണ്ടത്. എന്തായിട്ടാണ് ചേഞ്ച് ആവേണ്ടത്, NY. ഓക്കെ, ദെൻ ജസ്റ്റ് പ്രസ് റീപ്ലേസ് ഓൾ. സി all done, we made 315 replacements. So within seconds 315 റെക്കോർഡ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തത് ടെക്സ്റ്റ് മാത്രമാണ്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്പേഴ്സും ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്, അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ടൂളാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.